പെരുമ്പാവൂർ ഒക്കൽ നമ്പള്ളിയിലുള്ള MV ജോയിയുടെ വീടിൻ്റെ മുൻവശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഓട്, അതായത് വീടിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പകുതിയിലേറെ ഓടും നശിച്ചിട്ടുണ്ട്. ഏകദേശം 120ഓളം ഓടുകൾക്കാണ് കേടുപാട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും മഴയുണ്ടായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ, അപ്പോൾ മഴയിൽ സംഭവിച്ചതായിരിക്കാം എന്നാണ് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നെടുമ്പാശ്ശേരിയിലേക്ക് ലാൻഡിങ്ങിനായി പോയ ഒരു വിമാനം താഴ്ന്നു പറന്നത് മൂലമുണ്ടായ ഒരു സംഭവമാണ്. ഈ ഒരു സമയത്ത് വീട്ടിൽ പ്രായമായവരും കുട്ടികളും അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. വലിയ ഭൂകമ്പമാണ് എന്ന് കരുതി നോക്കിയപ്പോഴാണ് വീടിൻ്റെ ഈ ഓടുകളൊക്കെ തന്നെ പറന്നു പോയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. 10,000 രൂപയോളം നഷ്ടമുണ്ട് എന്നാണ് വീട്ടിലുള്ളവർ തന്നെ പറയുന്നത്. ആ സമയത്ത് ശരിക്കും പേടിച്ചു. എന്തായിരുന്നു സംഭവം? പേടിച്ചു, സ്തംഭിച്ചു പോയി. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഓട് മുഴുവൻ താഴേക്ക് വീണു. പിന്നെ ഒന്നുമില്ല, ഒരില പോലും അനങ്ങാത്ത സമയമായിരുന്നു. ഇത് അന്തരീക്ഷമായിരുന്നു, ക്ലിയറായിരുന്നു അന്തരീക്ഷമൊക്കെ. ഇപ്പോൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ അനുഭവം? ഈ വിമാനമൊക്കെ ആദ്യമായിട്ടാണ്. പിന്നെ ഇവിടങ്ങളിലൊക്കെ ചിലരെയൊക്കെ പോയിട്ടുണ്ട്. മിക്കവരുടെയും ഓട് ഈ ചാല് വഴി വെള്ളമൊടിച്ചാൽ സംഭവിക്കണേ. ചിലരെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ഒന്നും പേപ്പറിൽ കൊടുക്കാറൊന്നുമില്ല. ഇവൻ കേസ് കൊടുക്കാണ്ട് ചെയ്തു, പ്രസാദ്. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ ആ സംഭവ സമയത്ത് ഇവിടെ ഈ പരിസരത്തുണ്ടായിരുന്ന ദൃക്സാക്ഷിയാണ്. ആ സമയത്ത് എന്തായിരുന്നു ചേട്ടാ? ശരിക്കും ഒരു ഭൂകമ്പം വരുന്ന പോലെ. കവലയിൽ തൊട്ടപ്പുറത്തെ ജംഗ്ഷനാണല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ താന്നുകൊണ്ട്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത്രയും താന്നു പോകാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് ഹൈറ്റിൽ പോകാറല്ലോ. താന്നു പോയി പറഞ്ഞത് ഇവിടെ വീട് കഴിഞ്ഞാൽ ആ തോടിയാളെന്ന് പറഞ്ഞപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു പടപടേ എന്നുള്ള സൗണ്ട് ഞങ്ങളത് കേൾക്കണേ. അപ്പോൾ ഓട് തെറിച്ച് പോയിക്കൊണ്ടിരിക്കുക. തൊട്ടപ്പുറത്തുള്ള പ്രസാദ് എന്ന് പറഞ്ഞ പിള്ളേർ 3 പ്രാവശ്യം ഓട് പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയി സിയാലിൽ പോയി കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു. അവരൊരു നടപടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു 5 കിലോമീറ്റർ ഇപ്പുറമുള്ളതൊന്നും ഞങ്ങൾ നോക്കില്ല എന്നാണ്, അതിൻ്റെ അകത്തുള്ളത് നോക്കുള്ളൂ. അപ്പോൾ അവർ നോക്കുന്നത് റോഡ് വഴിയുള്ള 5 കിലോമീറ്റർ. അങ്ങനെ നോക്കുമ്പോൾ ഒരു 3 കിലോമീറ്റർ ഇല്ല, നേരെ ഡയറക്റ്റ് ആണെങ്കിൽ. മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 10,000ഓളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഈ ഒരു പ്രദേശത്തുള്ളവർക്ക് ഇതൊരു പുതിയ അനുഭവമല്ല. അതിൻ്റെ ഒരു സാങ്കേതിക വശം, ഈ വിമാനത്തിൻ്റെ കംപ്രസ്ഡ് എയർ റിലീസ് ചെയ്തതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ സംഭവിച്ചത് എന്നാണ് നിഗമനം. ആന്റണി ഗ്രിഗറിക്കൊപ്പം സ്നേഹാമോൻ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.